തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള ദൗത്യം 33-ാം മണിക്കൂറിൽ. റോബോട്ടിക് ക്യാമറയിൽ കണ്ട ദൃശ്യങ്ങൾ പ്രതീക്ഷ നൽകിയെങ്കിലും തിരച്ചിൽ വിഫലം. ഇടവേളയില്ലാതെ തിരച്ചിൽ നടത്തി സ്കൂബ ടീം അംഗങ്ങൾ. തിരച്ചിലിന് നാവികസേനയും. മാലിന്യം മുഴുവൻ വലിച്ചെടുത്തു മാറ്റാൻ പുതിയ നീക്കം. സൂപ്പർ സക്കർ ഉപയോഗിച്ച് മാലിന്യം നീക്കും. ആമയിഴഞ്ചാൻ അപകടത്തിൽ പരസ്പരം പഴിചാരി റെയിൽവേയും കോർപ്പറേഷനും. അപകടത്തിന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷനെന്ന് റെയിൽവേ. അടിഞ്ഞുകൂടിയ മാലിന്യം വരുന്നത് തിരുവനന്തപുരത്തിന്റെ നഗരഭാഗങ്ങളിൽ നിന്നാണെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജർ. റെയിൽവേയെ കുറ്റപ്പെടുത്തി മേയറും എ റഹീം എംപിയും. വൃത്തിയാക്കാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും റെയിൽവേ അവഗണിച്ചെന്ന് ആരോപണം. സിപിഐഎമ്മിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി പ്രമോദ് കോട്ടൂളി. നടന്നത് വലിയ സാമ്പത്തിക ഗൂഢാലോചന. ചതിയന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പരാതി നൽകും. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് പിന്നിൽ സിപിഐഎമ്മിലെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം. അതാരെന്ന സൂചന തന്റെ ഫേസ്ബുക്ക് കമന്റിലുണ്ട്. ഗൂഢാലോചന നടത്തിയവർക്കെതിരായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും പ്രമോദ് കോട്ടൂളി. PSC കോഴ വിഷയത്തിൽ സിപിഐഎമ്മിനെതിരെ VD സതീശനും കെ സുരേന്ദ്രനും. മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും പറയുന്നത് പച്ചക്കള്ളമെന്ന് VD സതീശൻ. സിപിഎമ്മിലെ വമ്പന്മാർ ഇതിന് പുറകിലുണ്ട്. പ്രമോദ് കോട്ടൂളി ഇവരുടെ സന്തത സഹചാരിയെന്നും പ്രതിപക്ഷ നേതാവ്. വിജിലൻസ് DGPക്ക് പരാതി നൽകുമെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. പ്രമോദ് മാത്രമല്ല കുറ്റക്കാരനെന്ന് കെ സുരേന്ദ്രൻ. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെതിരെ പോലീസുകാരന്റെ ഗുണ്ടായിസം. ആക്രമണം ഇന്ധനം നിറച്ച് പണം നൽകാതെ പോകുന്നത് തടഞ്ഞപ്പോൾ കാറിന്റെ ബോണറ്റിന് മുകളിലേക്ക് വീണ ജീവനക്കാരനെയും കൊണ്ട് കാർ ഓടിച്ചുപോയി. ആക്രമണം നടത്തിയത് കണ്ണൂർ DHQ മെസ്സിലെ ഡ്രൈവർ സന്തോഷ്. കണ്ണൂരിലെ പെട്രോൾ പമ്പിലെ ഗുണ്ടായിസത്തിൽ പോലീസുകാരനെതിരെ വധശ്രമത്തിന് കേസെടുത്തത് കണ്ണൂർ സിറ്റി DHOയിലെ ഡ്രൈവർ സന്തോഷ് കുമാറിനെതിരെ. ഇയാൾക്കെതിരെയുള്ള സസ്പെൻഷൻ നടപടികളും ആരംഭിച്ചു. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു. തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലെ വസതിയിലായിരുന്നു അന്ത്യം. അരോമ മൂവീസ്, സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ 60-ലധികം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. 1977 റിലീസ് ചെയ്ത ധീരസമീരെ യമുനാ തീരെയാണ് ആദ്യ നിർമ്മാണ സംരംഭം. അരോമ മണിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി. അരോമ മൂവീസ്, സുനിത പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ ശ്രദ്ധേയമായ നിരവധി സിനിമകളുടെ നിർമ്മാതാവായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് 20-കാരൻ. വെടിവെച്ച തോമസ് മാത്യു ക്രുക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയെന്ന് FBI. ട്രംപിന് വെടിയേറ്റത് പെൻസിൽവാനിയയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ. ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വെടിവയ്പ് വധശ്രമ കുറ്റമായി കണക്കാക്കി അന്വേഷണം നടത്തുമെന്ന് US. അന്വേഷണം നടത്തുക US ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഫെഡറൽ ഏജൻസിയായ US സീക്രട്ട് സർവീസും ചേർന്ന്. ട്രംപിനെ വെടിവെച്ചത് 20-കാരനായ തോമസ് മാത്യു ക്രൂക്സ്. വെടിവയ്പുണ്ടായ സ്ഥലത്ത് നിന്ന് ആക്രമിയുടേതെന്ന് കരുതുന്ന AR-15 സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കണ്ടെടുത്തതായും റിപ്പോർട്ട്. തമിഴ്നാട് BSP
അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ ഘാതകനെ വെടിവെച്ചു കൊന്നു. ഗുണ്ടാ നേതാവ് തിരുവേങ്കടം കൊല്ലപ്പെട്ടത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ. തെളിവെടുപ്പിനിടെ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് പോലീസ്. നീതി ആയോഗിനെതിരെ കെ സുരേന്ദ്രൻ. കേരളത്തിന്റെ സുസ്ഥിര വികസന റിപ്പോർട്ട് തള്ളി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. കേരളം പനിച്ചു തകർന്നു കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു പാരാമീറ്റർ വെച്ച് തയ്യാറാക്കിയ നേട്ടം അംഗീകരിക്കാനാവില്ലെന്നും സുരേന്ദ്രൻ. തിരുവനന്തപുരം പാലോട് വന്യജീവി ആക്രമണത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം. തടഞ്ഞുവച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിട്ടയച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയിൽ സമവായം. വന്യജീവി ശല്യത്തിൽ നടപടി വേണമെന്ന് ആവർത്തിച്ച് പ്രതിഷേധക്കാർ. വർഷത്തിനിടെ ആദ്യമായി കലാമണ്ഡലം ഹോസ്റ്റലിൽ സസ്യേതര ഭക്ഷണം വിളമ്പി. സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദ്യാർത്ഥികൾ. ആദ്യമെത്തിയത് വിയൂർ ജയിലിൽ നിന്നുള്ള ബിരിയാണി. ക്യാമ്പസിൽ സസ്യേതര വിഭവങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നില്ലെന്ന് രജിസ്ട്രാർ. തോടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായ സംഭവം സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. അധികൃതർക്ക് നോട്ടീസ് അയച്ച കമ്മീഷൻ. ജില്ലാ കളക്ടറും നഗരസഭാ സെക്രട്ടറിയും 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം. റെയിൽവേക്കെതിരെ തിരുവനന്തപുരം നഗരസഭ നിയമ നടപടി സ്വീകരിക്കും. റെയിൽവേക്ക് കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനമില്ല. റെയിൽവേയുടെ മാലിന്യങ്ങളാണ് ടണലിൽ നിന്ന് ലഭിക്കുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തുറന്നുവിടുന്നു. യാഥാർത്ഥ്യം രേഖാമൂലം നഗരസഭയുടെ പക്കലുണ്ടെന്നും മേയർ. പ്രതികരണം തിരുവനന്തപുരത്ത് ശുചീകരണ തൊഴിലാളിക്കായി നടത്തിയ തിരച്ചിലിനിടെ. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നതിൽ സർക്കാരിന് പിഴവ് പറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംസ്ഥാനത്ത് വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. സർക്കാരും തദ്ദേശ വകുപ്പും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും വി ഡി സതീശൻ. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ വാഹനാപകടം. ബൈക്കും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ബൈക്കിന് തീപിടിച്ചു. ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതരമായ പരിക്ക്. തൊട്ടിൽപ്പാലം പൂതംപാറ സ്വദേശിയായ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 21 ദിവസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. പന്തളത്തെ റഹീം സബീല ദമ്പതികളുടെ മകനായ മുഹമ്മദ് ആലിഫാണ് മരിച്ചത്. പാൽ കൊടുത്ത സമയം കുഞ്ഞ് അബോധാവസ്ഥയിലാകുകയും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പന്തളം പോലീസ് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തൃശൂരിൽ എലിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് ഒരുമനയൂർ സ്വദേശി വിഷ്ണു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുല്ലൂരമ്പാറ സ്വദേശി കോഴിപ്പുറത്ത് എബിൻ സണ്ണിയാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് പൊന്നാങ്കയം അമ്പലത്തിന് സമീപം റബ്ബർ തോട്ടത്തിലെ കാനയിൽ നിന്ന്. റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് മൃതദേഹം കണ്ടത്.
PSC കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിയുടെ നിലപാട് ശരിവെച്ച് ശ്രീജിത്ത്. പ്രമോദ് കോട്ടൂളിക്ക് താൻ പണം നൽകിയിട്ടില്ല, താൻ പാർട്ടിക്ക് ഒരു പരാതിയും നൽകിയിട്ടില്ല. പ്രമോദ് വീടിന് മുൻപിൽ പ്രതിഷേധിച്ചതിൽ തനിക്ക് പരാതിയില്ലെന്നും ശ്രീജിത്ത്. കോഴിക്കോട് കനത്ത മഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. മരം വീണത് കൊടിയത്തൂർ ചെറുവാടി വെള്ളങ്ങോട്ടെ ഖാലിദ് മാസ്റ്ററുടെ കുടുംബം സഞ്ചരിച്ച കാറിന് മുകളിലേക്ക്. കാർ പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആർക്കും പരിക്കില്ല. പത്തനംതിട്ട കുമ്പഴയിലെ ജനവാസ മേഖലയിൽ കാട്ടുപന്നിയുടെ സാന്നിധ്യം. നാൽക്കാലിപ്പടി ഭാഗത്ത് കാട്ടുപന്നിക്കൂട്ടം പ്രത്യക്ഷമായത് കഴിഞ്ഞ ദിവസം രാത്രിയോടെ. മൈലപ്രയിൽ നിന്നും മയിലാടുംപാറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കാട്ടുപന്നി സാന്നിധ്യം മൂലം പ്രദേശത്ത് വൻ കൃഷിനാശമാണ് ഉണ്ടാകുന്നതെന്ന് പ്രദേശവാസികളുടെ ആരോപണം. ശേഖരണത്തിൽ മാതൃകയായി എറണാകുളം വൈറ്റില ടോക്ക് എച്ച് പബ്ലിക് സ്കൂൾ. സമാഹരിച്ച ഈ മാലിന്യങ്ങൾ ഗവൺമെന്റ് അംഗീകൃത ഏജൻസിക്ക് കൈമാറും. ഇതിലൂടെ കിട്ടുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കും. 3 മാസം കൂടുമ്പോൾ ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് വേർതിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യാൻ തീരുമാനിച്ച സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ്. പത്തനംതിട്ട പെരുന്നാടിൽ മരം കടപുഴകി വീണ് റോഡ് തകർന്നു. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലാണ് സംഭവം. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മരം മുറിച്ചു നീക്കിയെങ്കിലും റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. നാളെ തുറക്കുക വൈകിട്ട് 5 മണിയോടെ. നട തുറക്കുന്ന ദിവസം പ്രത്യേക പൂജകളില്ല. കർക്കിടകം 1 പുലർച്ചെ 5 മണിക്ക് തുറക്കുന്ന ക്ഷേത്രനടയിൽ പതിവ് അഭിഷേകത്തിന് ശേഷം നെയ്യഭിഷേകം നടക്കും. 20 രാത്രിയാകും നട അടയ്ക്കുക. തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് സൗകര്യം. തൃശൂർ എളവള്ളി ചന്ദ്രാപിന്നി പഞ്ചായത്തിൽ മിന്നൽ ചുഴലി. പറക്കാട് മണ്ണാമ്പാറ മേഖലയിൽ വ്യാപകമായ കൃഷിനാശം. നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. 2 വീടുകൾ ഭാഗികമായി തകർന്നു. ചുഴലിക്കാറ്റുണ്ടായത് വൈകിട്ട് 3:40ഓടെ. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മഴ, ശക്തമായ കാറ്റ് എന്നിവ തുടർന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചത്. അവധി അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. തോട്ടിലെ സംഭവം അത്യന്തം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. രക്ഷാദൌത്യം എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കേണ്ടതാണ്. റെയിൽവേ അനുവാദമില്ലാതെ പല സ്ഥലത്തും പോകാൻ കഴിയില്ല. അതിനാൽ റെയിൽവേയുടെ പൂർണ്ണ സഹകരണമില്ലാതെ ദൌത്യം നടക്കില്ലെന്നും മന്ത്രി.
കോഴിക്കോട് മുക്കം വലിയ പറമ്പിലുണ്ടായ വാഹനാപകടത്തിൽ കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. മരിച്ചത് മലപ്പുറം അരീക്കോട് ഉഗ്രപുരം സ്വദേശി ആലുക്കൽ താജുദ്ദീൻ. അപകടമുണ്ടായത് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ഇന്നലെ രാത്രി 10:30-ഓടെ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകൾ വിലക്കി പ്രതിപക്ഷ നേതാവ്. തിരഞ്ഞെടുപ്പ് സമിതി തീരുമാനിക്കുന്നതിന് മുമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കടക്കം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അവകാശമില്ലെന്ന് മുന്നറിയിപ്പ്. പ്രതികരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ. കണ്ണൂർ മലപ്പട്ടത്ത് കയറ്റം കയറുന്നതിനിടെ തടി കയറ്റി വന്ന ലോറിയുടെ മുൻവശം പൊങ്ങി. അപകടത്തിൽപ്പെട്ടത് എറണാകുളത്ത് നിന്ന് പയ്യാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറി. കയറ്റം കയറുന്നതിനിടെ പിന്നിലെ ഭാരം കാരണം മുൻവശം പൊങ്ങുകയായിരുന്നു. ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ഇതുവഴി എത്തിയ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർ താഴെയിറക്കി. കണ്ണൂർ പരിപ്പായിയിൽ നിധിയെന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം. ആവശ്യമെങ്കിൽ സ്ഥലത്ത് ഖനനം നടത്തുമെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പുരാവസ്തുക്കളുടെ വിഭാഗത്തിൽ പെടുന്നവയാണെന്ന് കണ്ടെത്തിയതെന്ന് വ്യക്തമായാൽ അവ സംരക്ഷിക്കാനുള്ള നടപടിയുണ്ടാകും. പരിശീലക ജീവിതത്തിന് വിരാമമിട്ട് ദ്രോണാചാര്യ തോമസ് മാഷ്. 60 വർഷം നീണ്ട കായിക ജീവിതത്തിന് ശേഷമാണ് വിരമിക്കൽ. KP തോമസ് മാഷ് ഒളിമ്പ്യൻ ഷൈനി വിൽസണും അഞ്ജു ബോബി ജോർജുമടക്കം 100 കണക്കിന് താരങ്ങൾക്ക് പരിശീലനം നൽകിയ കായികാധ്യാപകൻ. കേരള ഉള്ളാടൻ മഹാജനസഭ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. കടുത്തുരുത്തി മാതാ കോളേജിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കോളേജ് പ്രിൻസിപ്പൽ ജോസഫ് ചേനക്കാല. പഠനോപകരണ വിതരണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് വൈക്കം ഷാജി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന കുട്ടിയുടെ സാമ്പിൾ വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു. പോണ്ടിച്ചേരിയിലെ ലാബിലേക്കാണ് സാമ്പിൾ അയച്ചത്. പരിശോധനാ ഫലം നാളെ അറിയാം. കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെങ്കിലും പുതിയ പരിശോധനാ ഫലം കൂടെ നെഗറ്റീവായാലേ രോഗാവസ്ഥ തരണം ചെയ്തുവെന്ന് പറയാനാകൂ എന്ന് ആശുപത്രി അധികൃതർ. ഇടുക്കി പൂപ്പാറ ടൗണിന് സമീപം ചക്കക്കൊമ്പൻ എന്ന കാട്ടാന ഇറങ്ങി. പൂപ്പാറ ടൗണിനടുത്തെ തേയിലത്തോട്ടത്തിൽ കാട്ടാന എത്തിയത് വൈകിട്ട് 4:30-ഓടെ. ടൗണിലേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ വാഹനങ്ങളിലെത്തിയ ആളുകൾ കൂകി വിളിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തതോടെ ആന പിൻവാങ്ങുകയായിരുന്നു. കോട്ടയം പാലായിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടം. തൊടുപുഴയിൽ നിന്നും വരികയായിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. വാഹനത്തിലുണ്ടായിരുന്ന ആൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൊടുപുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിലും വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു. 3 വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മരം മുറിച്ചു മാറ്റുന്നതിനിടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ശക്തമായ കാറ്റാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ.
പെരുമ്പാവൂർ വേങ്ങൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. മരണം സംഭവിച്ചത് ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റ്. ദുർഗന്ധമുണ്ടായ സാഹചര്യത്തിലായിരുന്നു പ്രദേശവാസികളുടെയും വീട്ടുകാരുടെയും പരിശോധന. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജഡം പരിശോധിച്ചു. ശക്തമായ മഴയിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ MG കോളനിയിലെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. വീട്ടിലുണ്ടായിരുന്ന കുട്ടികളും കിടപ്പുരോഗിയുമടക്കം 7 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. MG കോളനിയിൽ താമസക്കാരായ ഷൺമുഖം രാമലക്ഷ്മി ദമ്പതികളുടെ വീടാണ് ഇടിഞ്ഞു വീണത്. വീടിന്റെ മുൻഭാഗത്തെ ഭിത്തി മറുവശത്തേക്ക് ഇടിഞ്ഞു വീണതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കണ്ണൂരിൽ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 4 ലക്ഷത്തിലധികം രൂപ നഷ്ടമായെന്ന് പരാതി. തട്ടിപ്പ് ഫോറക്സ് ട്രേഡിൽ പണം നിക്ഷേപിച്ചാൽ ഫോറിൻ കറൻസിയായി മാറ്റി കൂടുതൽ ലാഭമുണ്ടാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് അക്കൗണ്ടുകളിലേക്ക് 4,75,120 രൂപ നിക്ഷേപിച്ചതിനു ശേഷം ലാഭമോ കൈമാറിയ പണമോ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു. വയനാട് കല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപകമായ കൃഷിനാശം. കല്ലൂർ കല്ലുമുക്കിലാണ് കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങിയ കാട്ടാന പറിച്ചു നടാറായ ഞാറടക്കം നശിപ്പിച്ചത്. പ്രദേശത്തെ നിരവധി കർഷകരുടെ വാഴയും തെങ്ങും കവുങ്ങും നശിപ്പിച്ചു. 1 ഹെക്ടർ വയലിലേക്ക് പറിച്ചു നടാനായി ഒരുക്കിയ മൂപ്പെത്തിയ ഞാറാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നശിച്ചത്. വയനാട് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണമെന്ന ആവശ്യം ശക്തം. നിവേദനം നൽകിയ അഡ്വക്കേറ്റ് T. സിദ്ദിഖ് MLA. നിവേദനം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു എന്നിവർക്ക്. യവനാർകുളം BSNL ടവറിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ഇന്നുച്ചയ്ക്ക് 1:30 സംഭവം. മാനന്തവാടിയിൽ നിന്ന് അഗ്നിരക്ഷാ യൂണിറ്റ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന് കാരണം വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് എന്ന സൂചന. തീ അണച്ചതിനാൽ സമീപത്ത് പാർക്ക് ചെയ്ത സ്കൂൾ ബസിലേക്ക് തീ പടരുന്നത് തടയാൻ കഴിഞ്ഞു. ടീമിലേക്ക് സെലക്ഷൻ നേടിയ സജ്ന സജീവനും മിന്നുമണിക്കും ആദരം. അനുമോദനം വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ 42ാമത് വാർഷിക പൊതുയോഗത്തിൽ. ചടങ്ങിൽ വയനാട്ടിൽ നിന്നുള്ള ആദ്യ രഞ്ജി ട്രോഫി താരം അഖിൽ സത്താർ, കേരള ഏകദിന ടീമംഗം അജ്നാസ് M, അണ്ടർ-23 കേരള താരം MS സച്ചിൻ എന്നിവരടക്കം ജില്ലയിലെ വിവിധ കാറ്റഗറിയിൽ കളിച്ച 20ഓളം കായിക പ്രതിഭകൾക്കും അനുമോദനം. ഓപ്പറേഷൻ ക്ലീനുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ വൻ ലഹരിവേട്ട. പിടികൂടിയത് 10 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ്, ഹെറോയിൻ എന്നിവ. സംഭവത്തിൽ 3 അസം സ്വദേശികൾ പിടിയിൽ. ലഹരി വസ്തുക്കൾ പിടികൂടിയത് പെരുമ്പാവൂർ ജ്യോതി ജംഗ്ഷനിലെ കടകളുടെ മുകൾത്തട്ടിലെ രഹസ്യ അറകളിൽ നിന്ന്.
കൊച്ചി ചേരാനല്ലൂരിൽ നേതാവിന്റെ പിറന്നാളാഘോഷത്തിന് ഒത്തുകൂടിയ 8 ഗുണ്ടകൾ പോലീസിന്റെ കസ്റ്റഡിയിൽ. കാപ്പ ചുമത്തി നാട് കടത്തിയ ഗുണ്ടാ നേതാവിന്റെ വീട്ടിലായിരുന്നു പിറന്നാൾ ആഘോഷം. ചേരാനല്ലൂർ സ്വദേശി രാധാകൃഷ്ണൻ എന്ന ഗുണ്ടാ നേതാവാണ് പിറന്നാൾ ആഘോഷം നടത്തിയത്. തിരുനെല്ലിയിൽ പോക്സോ കേസ് പ്രതി അറസ്റ്റിലായത് തിരുനെല്ലി ചെമ്പൻകൊല്ലി സ്വദേശി ദിനേശ് കുമാർ. ജൂലൈ 13-നാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കെതിരെ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് തിരുനെല്ലി പോലീസ്. കാലിക്കറ്റ് സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം. KSU വൈസ് ചാൻസലർക്കും എക്സാം കൺട്രോളർക്കും കത്ത് നൽകി KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അമീൻ മേപ്പയൂർ. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കത്ത്. സിറോ മലബാർ സഭയിൽ വീണ്ടും കുർബാന തർക്കം. കാലടിയിൽ വിശ്വാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പള്ളി അടച്ചു. കാലടി നടുവട്ടം സെന്റ് ആന്റണീസ് പള്ളിയിലായിരുന്നു കുർബാന തർക്കം. സ്റ്റേഷനിൽ പോലീസും DYFI CPM പ്രവർത്തകരും തമ്മിൽ തർക്കം. പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് അറസ്റ്റ് ചെയ്തതാണ് പ്രശ്നം. കാറിലിരുന്ന് മദ്യപിച്ചതിന് പിടികൂടിയ യുവാക്കളെ ഇറക്കാനായി സ്റ്റേഷനിലെത്തിയതാണ് പ്രവർത്തകർ. പോലീസുകാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്ന് DYSP. കൂത്തുപറമ്പ് മാനന്തേരിയിൽ ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചത് കണ്ണവം കൈച്ചേരിയിലെ AP ഷംസീർ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിൽ ലോറി ഇടിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു. മരണം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും ലോക്സഭാ ചീഫ് വിപ്പ്. ഇത് സംബന്ധിച്ച നിർദ്ദേശം ലോക്സഭാ സ്പീക്കർക്ക് കൈമാറി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി. അസമിൽ നിന്നുള്ള MP ഗൗരവ് ഗൊഗോയി ലോക്സഭാ ഉപനേതാവാകും. മാണിക്യം ടാഗോർ, ഡോക്ടർ MD ജാവേദ് എന്നിവർ പാർട്ടി വിപ്പുമാർ. വർഷത്തിനു ശേഷം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം തുറന്നു. ഭണ്ഡാരം തുറന്നത് അമൂല്യ വസ്തുക്കളുടെ ശേഖരണത്തിനും ഘടനയുടെ അറ്റകുറ്റപ്പണികൾക്കുമായി. ഒഡീഷ സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് ബിശ്വനാഥ് രഥ് ചെയർമാനായ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് നടപടി. രത്നഭണ്ഡാരം അവസാനമായി തുറന്നത് 1978-ൽ. അഖിലേന്ത്യാ എൻട്രൻസ് പരീക്ഷകൾ കേന്ദ്രം ഉപേക്ഷിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം. മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ നടത്താനുള്ള അവകാശം തിരികെ സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നും അദ്ദേഹം. നീറ്റിൽ നടക്കുന്നത് അഴിമതിയാണെന്നും കഴിഞ്ഞ 4 വർഷമായി തങ്ങളിത് പറയുന്നുണ്ടെന്നും ചിദംബരം. അടിയന്തരാവസ്ഥ തെറ്റായ തീരുമാനമാണെന്ന് ഇന്ദിരാഗാന്ധി അംഗീകരിച്ചതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം. ഭൂതകാലത്തിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിച്ചു കഴിഞ്ഞു. 50 വർഷങ്ങൾക്ക് ശേഷം അടിയന്തരാവസ്ഥയെപ്പറ്റി ചർച്ച ചെയ്യുന്നത് എന്ത് ഗുണമാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. BJP 17-ാം നൂറ്റാണ്ടിൽ നിന്ന് തിരിച്ചെത്തണമെന്നും ചിദംബരത്തിന്റെ പരിഹാസം.
ഓപ്പറേഷൻ വിജയ് ദൗത്യത്തിന്റെ 25ാം വാർഷികത്തിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രതിരോധ മന്ത്രാലയം. 25 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസമാണ് ഓപ്പറേഷൻ വിജയ് മികച്ച വിജയമായി പ്രഖ്യാപിച്ചത്. ധീരതയുടെയും വിജയത്തിന്റെയും 25 വർഷങ്ങൾ അടയാളപ്പെടുത്തുന്നു എന്ന് പ്രതിരോധ മന്ത്രാലയം എക്സിൽ കുറിച്ചു. ബംഗളൂരുവിൽ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത മോമോസ് വന്നില്ല. ഉപഭോക്താവിന് 60,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കർണാടക ഉപഭോക്തൃ കോടതി. ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സൊമാറ്റോയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. 133 രൂപ അടച്ച് മോമോസ് ഓർഡർ ചെയ്തെങ്കിലും ഭക്ഷണം എത്താത്തതിനെ തുടർന്ന് ഉപഭോക്താവ് സൊമാറ്റോയ്ക്കെതിരെ പരാതി നൽകുകയായിരുന്നു. 2023 കേസിൽ ഇപ്പോഴാണ് വിധി വരുന്നത്. മണിപ്പൂരിൽ തീവ്രവാദികൾ നടത്തിയ വെടിവെപ്പിൽ CRPF ജവാൻ കൊല്ലപ്പെട്ടു. ബീഹാർ സ്വദേശി അജയ് കുമാർ ധായ് ആണ് മരിച്ചത്. ജിരിബാം ജില്ലയിലെ മോങ്ബക് ഗ്രാമത്തിലാണ് വെടിവെപ്പുണ്ടായത്. ആന്ധ്രാപ്രദേശിൽ നൃത്ത പരിപാടിക്കിടെ കോഴിയെ കടിച്ചുകൊന്ന നർത്തകനെതിരെ കേസെടുത്ത പോലീസ്. ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം അവതാരകനും സംഘാടകർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തു. പരിപാടിക്കിടെ കോഴിയുടെ തല കടിച്ചുകൊല്ലുന്ന ദൃശ്യം വൈറലായതോടെ പ്രതിഷേധമുയർത്തി മൃഗസംരക്ഷണ വകുപ്പ് രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന രണ്ടാമത്തെ ചരിത്ര സ്മാരകമായി കുത്തബ് മിനാർ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ആഗ്ര കോട്ടയെ മറികടന്നാണ് കുത്തബ് മിനാർ ഈ നേട്ടം സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷം കുത്തബ് മിനാർ കാണാനെത്തിയത് 2 ലക്ഷത്തിലധികം വിദേശികളാണ്. നേപ്പാൾ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. കഴിഞ്ഞ ദിവസം നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പുഷ്പകമൽ ദഹൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് KP ശർമ്മ ഒലിയെ നേപ്പാൾ പ്രസിഡന്റ് പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ 11 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ലോക റെക്കോർഡ് സൃഷ്ടിക്കാനൊരുങ്ങി അമിത്ഷാ. സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം പദ്ധതിയുടെ ഭാഗമായാണ് വൃക്ഷത്തൈകൾ നടന്നത്. ഈ പദ്ധതി കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള ഉചിതമായ മറുപടിയാണെന്നും അമിത്ഷാ. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP. രാഹുൽ പ്രധാനമന്ത്രിക്ക് നേരെയുള്ള അക്രമം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് BJP ആരോപിച്ചു. ട്രംപിന് നേരെയുള്ള ആക്രമണത്തിൽ അപലപിച്ച് രാഹുൽ പങ്കുവച്ച പോസ്റ്റിന് പിന്നാലെയായിരുന്നു BJPയുടെ വിമർശനം. ഇത് ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളാണെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞു. ഓഗസ്റ്റ് 15 ശേഷം കേരളത്തിൽ നിന്ന് UAE-യിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ വർധനവ്. 4-അംഗ കുടുംബത്തിന് ദുബായിൽ നിന്ന് കൊച്ചിയിൽ പോയി ഓഗസ്റ്റ് 21 തിരിച്ചെത്താൻ കുറഞ്ഞ തുക 2.5 ലക്ഷം രൂപ. നിലവിലെ നിരക്ക് തിരക്കില്ലാത്ത സമയത്തെ നിരക്കിനേക്കാൾ 5 ഇരട്ടി. ടിക്കറ്റ് നിരക്കിലെ വർധനവ് നാട്ടിലേക്കുള്ള വരവ് കാത്തിരുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് വലിയ തിരിച്ചടി.
പാകിസ്ഥാനിൽ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കായുള്ള ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് പൂട്ടി. ഇസ്ലാമിന് നിരക്കാത്തതാണെന്ന് പുരോഹിതർ വിലയിരുത്തിയതിനെ തുടർന്നാണ് ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് പൂട്ടിയതെന്ന് ഡോക്ടർമാരും ഇസ്ലാമിക് കൗൺസിലും അറിയിച്ചു. കറാച്ചിയിലെ ആശുപത്രിയിലായിരുന്നു ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. താപനിലയിൽ വൻ വർധനവുണ്ടായതോടെ കുവൈറ്റിൽ വൈദ്യുതി ഉപയോഗം റെക്കോർഡ് നിലയിലെത്തി. ഇലക്ട്രിസിറ്റി ലോഡ് സൂചിക ശനിയാഴ്ച ഉച്ചയോടെ 17,360 മെഗാവാട്ടിലാണ് എത്തിയിരിക്കുന്നത്. 2023 ഓഗസ്റ്റിലുണ്ടായിരുന്ന പരമാവധി ലോഡായ 16,800 മെഗാവാട്ടിനേക്കാൾ 560 മെഗാവാട്ട് കൂടുതലാണിത്. താപനില 49 ഡിഗ്രി വരെ ഉയർന്നതാണ് വൈദ്യുതി ഉപയോഗം കൂടാൻ കാരണം. ദുബായ് കിരീടാവകാശിയെ UAE പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് തന്റെ മകനായ ഷെയ്ഖ് ഹംദാനെ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചതായി പ്രഖ്യാപിച്ചത്. ഷെയ്ഖ് ഹംദാൻ 2008 മുതൽ ദുബായ് കിരീടാവകാശി പദവി അലങ്കരിച്ചിരുന്നു. എക്സിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന വ്യക്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 100 മില്യണിലധികം ഫോളോവേഴ്സാണ് നരേന്ദ്രമോദിക്കുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 30 ദശലക്ഷം ഉപഭോക്താക്കളാണ് മോദിയെ പിന്തുടർന്നത്. മതനിയമം ലംഘിച്ചുള്ള വിവാഹ കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കുറ്റവിമുക്തൻ. ഇമ്രാനൊപ്പം ജയിലിലായിരുന്ന ഭാര്യയെയും വെറുതെ വിട്ട കോടതി. ഇദ്ദ കാലയളവിൽ വിവാഹം കഴിച്ചുവെന്നാരോപിച്ച് 3ാം ഭാര്യ ബുഷ്ര ബീബിയുടെ മുൻ ഭർത്താവ് ഖവാർ ഫരീദ് മനേക്ക നൽകിയ പരാതിയിലായിരുന്നു ശിക്ഷ. യൂറോ കപ്പ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. കലാശപ്പോരിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. ആദ്യ കിരീടം ലക്ഷ്യമിട്ട ഇംഗ്ലണ്ട്. മത്സരം രാത്രി 12:30. കോപ്പ അമേരിക്കയിൽ യുറുഗ്വായ്ക്ക് 3ാം സ്ഥാനം. ലൂസേഴ്സ് ഫൈനലിൽ കാനഡയെ മറികടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. കാനഡയുടെ അൽഫോൺസോ ഡേവിസും ഇസ്മായിൽ കോനെയും പെനാൽറ്റി പാഴാക്കി. കോപ്പ അമേരിക്കയിൽ കിരീടം നിലനിർത്താൻ അർജന്റീന. ഫൈനലിൽ നാളെ കൊളംബിയയെ നേരിടും. മത്സരം രാവിലെ 5:30. മത്സരത്തോടെ വിരമിക്കാൻ ഏഞ്ചൽ ഡിമറിയ. കോപ്പ അമേരിക്ക ഫൈനലിൽ ഡിമരിയ ഗോൾ അടിച്ചുകൊണ്ട് വിരമിക്കുന്നത് കാണാൻ ആഗ്രഹമെന്ന് മെസ്സി. ഫൈനലിൽ ഡിമരിയയ്ക്ക് സ്വപ്നതുല്യമായ ക്ലൈമാക്സ് കിട്ടട്ടെ എന്നും മെസ്സിയുടെ ആശംസ. ഡിമരിയ അർജന്റീന 3 കിരീടങ്ങൾ നേടിയപ്പോഴും ഫൈനലിൽ ഗോൾ നേടിയ താരം. സിംബാബ്വെക്കെതിരെ 5ാം T20യിൽ ഇന്ത്യക്ക് ജയം. ഇന്ത്യയുടെ ജയം 42 റൺസിന്. അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങി സഞ്ജു സാംസൺ. വാഷിംഗ്ടൺ സുന്ദർ പരമ്പരയിലെ താരം. സിംബാബ്വെക്കെതിരായ അവസാന T20യിൽ തിളങ്ങി സഞ്ജു സാംസൺ. 45 പന്തിൽ നേടിയത് 58 റൺസ്. 110 മീറ്റർ സിക്സർ നേടി സഞ്ജു. മത്സരത്തിൽ ആകെ നേടിയത് 1 ബൗണ്ടറിയും 4 സിക്സറും.
മുൻ ക്രിക്കറ്റ് താരം അൻഷുമൻ ഗേക്വാദിന് ചികിത്സാ സഹായം പ്രഖ്യാപിച്ച് BCCI. 1 കോടി രൂപ നൽകും. തീരുമാനം മുൻ ക്യാപ്റ്റൻ കപിൽ ദേവിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ. രക്താർബുദം ബാധിച്ച ഗേക്വാദ് നിലവിൽ ഇംഗ്ലണ്ടിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിംബിൾട്ടൺ ടെന്നീസിൽ കാർലോസ് അൽക്കറാസ് ചാമ്പ്യൻ. നൊവാക് ജോക്കോവിച്ചിനെ തകർത്ത് തുടർച്ചയായ 2ാം വിംബിൾട്ടൺ കിരീടം. 21-കാരനായ അൽക്കറാസിന്റെ 4ാം ഗ്രാൻഡ് സ്ലാം കിരീടം. അൽക്കറാസിന്റെ ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. സ്കോർ 6-2, 6-2, 7-6. രോഹിത് ശർമ്മയെ ഇന്ത്യൻ ക്യാപ്റ്റനാക്കിയതിന്റെ പേരിൽ വിമർശനം നേരിട്ടത് ഓർമ്മിപ്പിച്ച് സൗരവ് ഗാംഗുലി. അന്ന് എല്ലാവരും എന്നെ എതിർത്തു. ഇന്ന് ലോകകപ്പ് നേടിയപ്പോൾ രോഹിത്തിനെ നായകനാക്കിയപ്പോഴുള്ള വിവാദം ആരും ഓർക്കുന്നില്ലെന്നും ഗാംഗുലി. കോഹ്ലിയെ മാറ്റി രോഹിത്തിന് നായകസ്ഥാനം നൽകിയത് ഗാംഗുലി BCCI അധ്യക്ഷനായിരിക്കെ. ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം പാകിസ്ഥാൻ ചാമ്പ്യൻസിനെ 5 വിക്കറ്റിന് തകർത്ത്. 157 റൺസ് വിജയലക്ഷ്യം. 5 പന്ത് ശേഷിക്കെ മറികടന്നു. അമ്പട്ടി റായിഡുവിന് അർദ്ധ സെഞ്ചുറി. ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡൽ iPhone 16 ആവശ്യക്കാർ ഏറുമെന്ന റിപ്പോർട്ട്. ഇതോടെ ഉൽപാദനം കൂട്ടാൻ പദ്ധതിയിട്ട കമ്പനി. ഈ വർഷം കമ്പനി നിർമ്മിക്കുക 90 മില്യൺ ഐഫോണുകൾ. iPhone 15 സീരീസിനേക്കാൾ 10% വർധനവാണ് 16 മോഡലുകളിൽ കമ്പനി വരുത്തുന്നത്. ഫാൽക്കൺ റോക്കറ്റ് തെറ്റായ ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ചതിനെ തുടർന്ന് 20 ഉപഗ്രഹങ്ങൾ തിരികെ ഭൂമിയിൽ പതിക്കുമെന്ന് SpaceX. റോക്കറ്റിന് ലക്ഷ്യം തെറ്റിയത് റോക്കറ്റ് വിക്ഷേപണത്തിന്റെ 2ാം ഘട്ടത്തിൽ ദ്രവ ഓക്സിജൻ ചോർന്നതോടെ. ഓക്സിജൻ ചോർച്ചയെ തുടർന്ന് 2ാം ഘട്ടത്തിൽ ജ്വലനം നടന്നില്ല. ഇതോടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായത് നിശ്ചയിച്ചതിനേക്കാൾ താഴ്ന്ന ഭ്രമണപഥത്തിൽ. ഡിജി യാത്രാ സൗകര്യം ഉടൻ തന്നെ 15 വിമാനത്താവളങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. ഡിജി യാത്രാ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കളുടെ എണ്ണം 4 ദശലക്ഷം കടന്നതായി റിപ്പോർട്ട്. നിലവിൽ 14 വിമാനത്താവളങ്ങളിലാണ് ഡിജി യാത്രാ സൗകര്യമുള്ളത്. വിപുലീകരിക്കുന്നതോടെ ഡിജി യാത്രാ സൗകര്യമുള്ള വിമാനത്താവളങ്ങളുടെ എണ്ണം 29 ഉയരും. ഇന്ത്യയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ കയറ്റുമതി ജൂൺ പാദത്തിൽ 15.5% ഉയർന്നു. മുൻവർഷം ഇതേ കാലയളവിലെ കയറ്റുമതിയേക്കാൾ 19% വർധനയാണ് ഉണ്ടായത്. മാരുതി സുസുക്കി ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തത്. ഇന്ത്യയുടെ ഈ വർഷത്തെ നികുതി പിരിവിൽ വൻ ഉയർച്ചയെന്ന് ആദായ നികുതി വകുപ്പ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 19.54% ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 5.74 ലക്ഷം കോടി രൂപയാണിത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വളർച്ച 4.8 ലക്ഷം കോടി രൂപയായിരുന്നു. ആനന്ദ് എൽ റായി സംവിധാനം ചെയ്യുന്ന ചിത്രം തേരെ ഇഷ്ക് മേ വരുന്നു. ചിത്രത്തിൽ ധനുഷിന്റെ നായികയായി എത്തുന്നത് തൃപ്തി ദിംറി. ഷൂട്ടിംഗ് ഒക്ടോബറിൽ. ചിത്രം 2013 ഹിറ്റായ രാഞ്ചനയുടെ തുടർച്ച. നസ്ലൻ ഗിരീഷ് AD സൂപ്പർ ഹിറ്റ് കൂട്ടുകെട്ട് വീണ്ടും. പുതിയ ചിത്രം അയാം കാതലൻ ഓഗസ്റ്റിൽ. സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. നസ്ലൻ ഗിരീഷ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ പ്രേമലു മലയാളത്തിലെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ ബെന്യാമിന്റെ നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം OTT റിലീസിന്. ജൂലൈ 19 ചിത്രം നെറ്റ്ഫ്ലിക്സിലെത്തും. ചിത്രം തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. തിയേറ്റർ റിലീസിലൂടെ ആഗോളതലത്തിൽ ചിത്രം 150 കോടിക്ക് മുകളിൽ നേടിയിരുന്നു.
അംബാനി കല്യാണത്തിൽ ശ്രദ്ധ നേടി ഭക്ഷണ വിഭവങ്ങൾ. അതിഥികൾക്കായി ഒരുക്കിയ വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ മത്സ്യമുട്ടയും. ഇറ്റാലിയൻ ഡെസേർട്ടിനൊപ്പം വിളമ്പിയത് കടൽക്കൂരിയുടെ മുട്ട എന്നറിയപ്പെടുന്ന കാവിയർ. സൈജു കുറുപ്പിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൌഷാദ് സാഫ്രോൺ സംവിധാനം ചെയ്യുന്ന ചിത്രം പൊറാട്ട് നാടകത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടത്. ചിത്രം തിയേറ്ററുകളിലെത്തുക ഓഗസ്റ്റ് 9-ന്. ചിത്രത്തിൽ പശുവും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. നവാഗതനായ ശ്രീലാൽ നാരായണൻ സംവിധാനം ചെയ്യുന്ന സ്പ്രിംഗിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ആദിൽ ഇബ്രാഹിം, ആരാധ്യ ആൻഡ് യാമി സോന എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബാദുഷ പ്രൊഡക്ഷൻസ്, ലൈം ടീ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ NM ബാദുഷ, ശ്രീലാൽ MN എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രം ബറോസിന്റെ ആനിമേറ്റഡ് വീഡിയോ പുറത്ത്. ചിത്രം കുട്ടികൾക്ക് വേണ്ടിയാണ് ഒരുക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ചിത്രത്തിന്റെ ആനിമേഷൻ സീരീസിന്റെ സംവിധാനം നിർവഹിച്ചത് സുനിൽ നമ്പു. ചിത്രം റിലീസിനെത്തുക ഓണം റിലീസായി. MT വാസുദേവൻ നായർ തിരക്കഥയിൽ മലയാള സിനിമയിലെ മുൻനിര സംവിധായകർ ഒരുക്കിയ 9 ചിത്രങ്ങളുടെ സമാഹാരം പ്രേക്ഷകരിലേക്ക്. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ചിത്രങ്ങൾ ZEE5 OTT പ്ലാറ്റ്ഫോമിലൂടെ എത്തുക ഓണം റിലീസായിട്ട്. MTയുടെ പിറന്നാൾ ദിനത്തിൽ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടക്കും. ഫ്രൈഡേ ഫിലിംസും കന്നഡ KRG ഫിലിം സ്റ്റുഡിയോയും സംയുക്തമായി നിർമ്മിക്കുന്ന പുതിയ ചിത്രം പടക്കളത്തിന് തിരിതെളിഞ്ഞു. ഔദ്യോഗികമായ തുടക്കം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ലളിതമായ ചടങ്ങിലൂടെ. തുടക്കം വിജയ് ബാബു, കാർത്തിക് എന്നിവർ ഫസ്റ്റ് ക്ലാപ്പ് നൽകി. ചിത്രത്തിൽ ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, സന്ദീപ് പ്രദീപ്, നിരഞ്ജന അനൂപ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ദേവദൂതനിലെ ഗാനം കൂടുതൽ ദൃശ്യമികവോടെ പുറത്ത്. HD ദൃശ്യമികവോടെ റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിലെ പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം. റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് ജൂൺ 26-ന്. ചിത്രത്തിന്റെ റീമാസ്റ്റേർഡ് 4K അറ്റ്മോസ് പതിപ്പാണ് റിലീസിനെത്തുക. കഴിഞ്ഞ ദിവസം വിവാഹിതരായ ആനന്ദ് അംബാനിക്കും രാധിക മെർച്ചന്റിനും ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവദമ്പതികളുടെ ശുഭ് ആശീർവാദ് ചടങ്ങിലാണ് മോദി പങ്കെടുത്തത്. ആഘോഷങ്ങളുടെ അവസാന ദിനമായ ഇന്നാണ് വിവാഹ സൽക്കാരം. സംഗീത സംവിധായകൻ ബിപിൻ അശോക് ഒരുക്കിയ തണുപ്പ് എന്ന സിനിമയിലെ പുതിയ ഗാനം പുറത്തിറക്കിയത് കപിൽ കപിലനും ശ്രീനന്ദ ശ്രീകുമാറും പാടിയ മാമ്പൂ മണമിത എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ. പുതുമുഖങ്ങളായ നിധീഷ്, ജിബിയ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കാശി സിനിമാസിന്റെ ബാനറിൽ അനു അനന്തൻ, ഡോക്ടർ ലക്ഷ്മി എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ പനോരമ മ്യൂസിക് ആദ്യമായി മലയാളത്തിലേക്കുള്ള ആദ്യ കാൽവയ്പ് മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പാലും പഴവും എന്ന ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സ് സ്വന്തമാക്കിക്കൊണ്ട്. VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രം കോമഡി എന്റർടൈനർ വിഭാഗത്തിലാണ് ഒരുങ്ങുന്നത്.